എട്ടാം ദിവസം ദ യൂണീക്ക്നെസ് ആൻഡ് ദ ട്രാപ്പ് ഓഫ് കമ്പാരിസൺ. ബൈബിൾ പശ്ചാത്തലമായി സങ്കീർത്തനങ്ങൾ 139 അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതമാണ്, എനിക്കത് നന്നായി അറിയാം. ബൈബിൾ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ താരതമ്യം എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ദൈവം നമുക്ക് നൽകിയ സവിശേഷങ്ങളായ ദാനങ്ങളെ നാം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഗലാത്യ 6 അധ്യായം 4 വാക്യം ഇങ്ങനെ പറയുന്നു, ഓരോരുത്തരും സ്വന്തം പ്രവൃത്തികളെ പരിശോധിക്കട്ടെ, അപ്പോൾ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താതെ തനിക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകും. നമ്മുടെ വിളി മറ്റൊരാളാകാനല്ല, മറിച്ച് ദൈവം വിഭാവനം ചെയ്ത നമ്മുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാനാണ്. അല്പം മനഃശാസ്ത്രജ്ഞനായ ലിയോൺ ഫെസ്റ്റിംഗർ അവതരിപ്പിച്ച തിയറിയാണിത്. മനുഷ്യൻ സ്വയം വിലയിരുത്താൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഈ താരതമ്യം ചെയ്യൽ 2 തരത്തിലുണ്ട്. ഒന്നാമത്തേത് അപ്വേർഡ് കമ്പാരിസൺ. നമ്മളെക്കാൾ ഉയർന്ന ആളുകളുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നതാണ് അത്. ഇങ്ങനെയുള്ള താരതമ്യം നമ്മെ അപകർഷതാബോധത്തിലേക്കും അസൂയയിലേക്കും നയിക്കുന്നു. രണ്ടാമതായി യുണീക്ക്നെസ്. മനഃശാസ്ത്രപരമായി ഓരോ വ്യക്തിയുടെയും DNA, അനുഭവങ്ങൾ, ചിന്താരീതികൾ ഇവ വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്യുന്നത് ആപ്പിളിനെ ഓറഞ്ചുമായി താരതമ്യപ്പെടുത്തുന്നത് പോലെ അർത്ഥശൂന്യമാണെന്ന് ആധുനിക സൈക്കോളജി വ്യക്തമാക്കുന്നു. കമ്പാരിസൺ നമ്മുടെ ക്രിയാത്മകതയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്ന തീഫ് ഓഫ് ജോയ് എന്നറിയപ്പെടുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ താരതമ്യം എന്ന് പറയുന്നത് വലിയ സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന ഹൈലൈറ്റഡ് റീൽസ് കണ്ട് അതിനെ നമ്മുടെ സാധാരണ ജീവിതവുമായി കമ്പയർ ചെയ്യുന്നത് വലിയ വിഷാദ രോഗത്തിലേക്കും അസൂയയിലേക്കും സന്തോഷമില്ലായ്മയിലേക്കും ഒരാളെ നയിക്കുന്നുണ്ട്. നാം കാണുന്നത് മറ്റുള്ളവരുടെ എഡിറ്റ് ചെയ്ത പുറമോടിയാണ്. ഈ തിരിച്ചറിവില്ലായ്മ വലിയൊരു വിഭാഗം ആളുകളെ കമ്പാരിസൺ ട്രാപ്പിൽ വീഴ്ത്തുന്നു. മറ്റൊരാളുടെ വിജയമല്ല നമ്മുടെ പരാജയം എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നാമതായി നമ്മുടെ യുണീക്ക്നെസ്, അനന്യത, അത് തിരിച്ചറിയുക. നിങ്ങളുടെ മാത്രം പ്രത്യേകതകളായ 3 കാര്യങ്ങൾ എഴുതുക. ഉദാഹരണത്തിന് അപാരമായ ക്ഷമ, മറ്റുള്ളവരെ കേൾക്കാനുള്ള കഴിവ്, പാചകം ചെയ്യാനുള്ള കഴിവ് എന്നിവ. നമുക്ക് മനസ്സിലാക്കാം, ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പാണ്. രണ്ടാമതായി ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ്. മറ്റൊരാളുടെ ജീവിതം കണ്ട് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് സമയം വിട്ടുനിൽക്കുക. മൂന്നാമതായി സ്വയം സന്തോഷിക്കുക. മറ്റൊരാളുടെ ജീവിതവുമായി എൻ്റെ ജീവിതത്തെ താരതമ്യം ചെയ്യുന്നതിന് പകരം എൻ്റെ തന്നെ ഇന്നലെയുമായി താരതമ്യം നടത്തുക. ചില കാര്യങ്ങളിൽ ഞാൻ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, നിങ്ങൾ കൈവരിച്ച ഈ ചെറിയ മാറ്റത്തിൽ പോലും സന്തോഷിക്കുക. നാലാമതായി അനുഗ്രഹങ്ങളുടെ പട്ടികയാണ്. ഇന്ന് നിങ്ങൾക്കുള്ള, എന്നാൽ മറ്റൊരാൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമുക്ക് ഓർക്കാം, താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ പകർപ്പായി മാറാൻ പരിശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളായി തന്നെ തുടരാനാണ്. കാരണം ഈ ലോകത്തിൽ നിങ്ങൾ എന്ന വ്യക്തിക്ക് പകരമായി വേറൊരാളില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.